ചന്ദ്രോത്തിൽ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കണമെന്ന എന്റെ ആഗ്രഹം. പക്ഷേ മോനെ, പ്രഭക്കുഞ്ഞിനോട് കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല. അത് ശരിയുമല്ല. എന്താ അമ്മ ശരിയല്ലാത്ത? ആന്റിയെ ശാസിക്കാൻ വരെ അമ്മയ്ക്ക് അവകാശമുണ്ടല്ലോ. ആന്റി മുമ്പ് ക്ഷീണിച്ച് തളർന്നിരുന്നപ്പോ ഓരോന്ന് പറഞ്ഞ് ആവേശം കൊടുത്തത് അമ്മയാ. ആന്റി പറഞ്ഞ അമ്മ കേക്കും. ഒരു തുറന്ന വഴക്കുണ്ടാക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. പക്ഷെ മോനെ, ഞാൻ പ്രഭക്കുഞ്ഞിന് വേണ്ടി ഇറങ്ങാൻ പോവുക. പത്രിക കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. ഊണും ഉറക്കവും കളഞ്ഞാ ഞാൻ ഇറങ്ങാൻ പോകുന്നത്. ആയിക്കോട്ടെ ആന്റി, അമ്മ തന്നെ ജയിക്കുകയും ചെയ്യട്ടെ. അത് പക്ഷേ നല്ല മത്സരത്തിൽ കൂടിയാവണം. രാഷ്ട്രീയം കുടുംബത്തെ ബാധിക്കുകയും ചെയ്യരുത്. ഇന്നെന്തായാലും നേരി കാണുമല്ലോ. പത്രികയൊക്കെ കൊടുത്തു കഴിഞ്ഞ ശാന്തമായ അന്തരീക്ഷത്തില് ഞാൻ സൂചിപ്പിക്കാം. അത് മതി. ഒരു സമാധാനം കിട്ടിയാൽ മതി. VDF നേതാവും മുൻ MPയുമായിരുന്ന തേവക്കാട്ടിൽ ബലരാമൻ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്നു. VDFന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം ഇന്ന് നടക്കുമെന്ന് പാർട്ടി പ്രസിഡന്റ് അറിയിച്ചു. ജീവിതത്തിന്റെ ഈ ഘട്ടത്തിൽ ആർക്കും അപമാനം വരുത്താൻ എനിക്ക് പറ്റില്ല. എന്റെ മോളുടെ ആത്മാവിനെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. താലുകെട്ടിയ ചന്ദ്രമതിയെ കരയിപ്പിക്കാൻ എനിക്ക് വയ്യ. അയാളുടെ മുമ്പിൽ തലകുനിക്കാൻ എനിക്ക് വയ്യ. എന്റെ സാമൂഹ്യ ജീവിതം, രാഷ്ട്രീയ ജീവിതം, കുടുംബ ജീവിതം, ഇതിലൊന്നും കറുത്ത പാട് അവശേഷിപ്പിക്കാതെ വേണം എനിക്ക് മടങ്ങി പോവാൻ. നമ്മൾ പിരിഞ്ഞിട്ട് 1 വർഷമായി. പക്ഷേ നീ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. നീ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ഒരു സമ്മർദ്ദം എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഉപദേശത്തിന് നിന്റെ അടുത്ത് ഓടിയെത്തായിരുന്നു. നീ കൂടെയില്ലാത്തൊരു തിരഞ്ഞെടുപ്പാണ് ഞാൻ നേരിടുന്നത്. ഒരേ വീട്ടിൽ 2 സ്ഥാനാർത്ഥികൾ, ദേവികയും പ്രഭയും. ബന്ധങ്ങൾ എങ്ങനെയൊക്കെ വരുമെന്നറിയില്ല. വരും പോലെ വരട്ടെ. നിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നമ്മുടെ പാർട്ടി ഓഫീസിലേക്ക് ഇറങ്ങാം. പ്രഭ ഇന്ന് നോമിനേഷൻ കൊടുക്കുക. അവൾക്ക് എത്താൻ പറ്റുമോ എന്നറിയില്ല. എത്തേണ്ടതാണ്. നമ്മളൊറ്റ കുടുംബമല്ലേ. പക്ഷേ പ്രഭയുടെ സമയം എങ്ങനെയാണെന്നറിയാൻ വയ്യ. സിദ്ധു, എന്താ പ്രഭ? ഞാനിന്ന് നോമിനേഷൻ കൊടുക്കുക. അറിയാം. എല്ലാ ആശംസകളും നേരുന്നു. നോമിനേഷൻ കൊടുക്കുമ്പോൾ ഡോക്യുമെന്റ്സ് എല്ലാം 2ഉം 3ഉം വട്ടം പരിശോധിക്കണം. അക്ഷരത്തെറ്റ് പോലും വരാൻ പാടില്ല. പേര്, വിലാസം, വസ്തുക്കൾ, ആസ്തി, ബാധ്യതകളൊക്കെ പൂരിപ്പിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി ഉറപ്പുവരുത്തണം. വളരെ ചെറിയൊരു പെശക് മതി പത്രിക തള്ളിപ്പോവാൻ. കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടിക്കാരും എല്ലാം ശ്രദ്ധിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ സിദ്ധുവിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ല? ദേവികയെ ജയിപ്പിക്കാൻ നടക്കുന്ന ആളിന് പ്രഭാവതിയുടെ നോമിനേഷൻ തള്ളിപ്പോവാൻ സ്വാഭാവികമായിട്ടും ആഗ്രഹം കാണും. അങ്ങനെ ഒരു ആഗ്രഹം തോന്നാൻ ഞാൻ പ്രഭാവതിയോളം വളർന്നിട്ടില്ല. നോമിനേഷൻ തള്ളിച്ചും കള്ളവോട്ട് ചെയ്യിച്ചും കാലുവാരിയൊക്കെയുള്ള ജയമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മത്സരിച്ചുള്ള ജയ. അതിനെ മാത്രമേ ഞാൻ ജയമായിട്ട് അംഗീകരിക്കൂ. ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഇത്രയും നാളായിട്ടും താൻ എൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കിയില്ല. എന്നെയും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞു, താൻ മത്സരിക്കുന്നില്ല എന്ന തീരുമാനം എടുത്തതുകൊണ്ട് മാത്രമാണ് ദേവിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ അംഗീകരിച്ചത്. അത് തന്നെ നമ്മുടെ വീട്ടിലൊരു MLA ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, നല്ലൊരു വ്യക്തി നിയമസഭയിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഒരു മത്സരത്തിന് ഇറങ്ങിക്കഴിയുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാ ഇലക്ഷന്റെ പിന്നാലെ തന്നെ ഞാൻ നിൽക്കുന്നതും. അത് കുടുംബം മറന്നിട്ടുള്ള രാഷ്ട്രീയമൊന്നുമല്ല. ആയിക്കോട്ടെ, പക്ഷേ
ഒരാളുടെ മാത്രം കുത്തകയല്ല രാഷ്ട്രീയം. ഇനി മുതല് ഞാനും അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ സിദ്ധു നിയമസഭാ ഗാലറിയിൽ ഉണ്ടാവണം ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ. ദേവിക തോക്കൊന്ന് പറയാൻ ഇത്രയും വളച്ചുകെട്ടൊന്നും വേണ്ട. താൻ അസംബ്ലി പ്രസംഗിക്കുന്നത് കാണുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാ. പക്ഷേ എന്താ ഒരു പക്ഷേ? ഞാൻ തോൽക്കുന്നാണോ? അല്ല, തീരുമാനിക്കുന്നത് ജനങ്ങളാണെന്ന് പറഞ്ഞതാണ്. നിയമസഭയിൽ ആര് സംസാരിക്കണമെന്ന് സമ്മതിദായകർ പറയും. സമ്മതിദായകർ തീരുമാനിച്ചു കഴിഞ്ഞു സിദ്ധു. രാമപുരത്ത് ഇത്തവണ KDF ആണെന്ന്. സിദ്ധു എന്തിനാ ചിരിച്ചത്? ഒന്നുമില്ല, ഒന്നും പറയുന്നുമില്ല. നോമിനേഷൻ കൊടുക്കുന്ന ദിവസമല്ലേ, ജയം മനസ്സിൽ കണ്ടു തന്നെ ഇറങ്ങിക്കോളൂ. അതെന്താ ഒരു ഔദാര്യം പോലൊക്കെ? ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ഭർത്താവിന്റെയും മകന്റെ ഒന്നും പിന്തുണ കാണില്ലായിരിക്കും. പക്ഷേ പൊതുജന പിന്തുണ പ്രഭാവതിക്കായിരിക്കും. എനിക്ക് പ്രചരണത്തിന് വീട്ടുകാർ വേണ്ട. എന്റെ പിള്ളേരുണ്ട്, ഞാൻ പഠിപ്പിച്ച കുട്ടികൾ. എന്റെ ഫോണിലേക്കുള്ള മെസ്സേജുകൾ നോക്കണം. അവരുടെ പ്രിയപ്പെട്ട പ്രഭാവതി മാഡത്തിനു വേണ്ടി വോട്ട് ചോദിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പുകൾ തന്നെ അവർ ഉണ്ടാക്കി കഴിഞ്ഞു. അവരുടെ ചെലവിൽ അവര് തന്നെയാകും പ്രചരണം നടത്തുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങളാ, നടക്കട്ടെ. ആദ്യം നോമിനേഷൻ കൊടുക്ക്, അത് കഴിഞ്ഞല്ലേ ബാക്കി. ഇന്ന് ഗിരിയും രജനിയും ഭാർഗവിയും ഒക്കെ പത്രിക കൊടുക്കുമ്പോൾ കൂടെ ഉണ്ടാവും. എന്റെ ഭർത്താവും അവിടെ വേണമെന്നാ എന്റെ ആഗ്രഹം. പിന്നെ അവിടെ വരുന്നത് VDFന്റെ ഇമേജിനെ ബാധിക്കുമെങ്കിലും വേണ്ട. പാർട്ടിയുടെ ഇമേജ് പ്രധാനം തന്നെയാ. പക്ഷേ ഇന്നെനിക്കൊരു ചരമവാർഷികത്തിൽ പങ്കെടുക്കണം. ഒരു പഴയ പരിചയക്കാരന്റെ ഓർമ്മ ദിവസമാണ്. ആളിനെ ചിലപ്പോ പ്രഭ അറിയും. ബലരാമൻ എന്ന പേര്. വേണ്ടപ്പെട്ടവരെ മറക്കുന്ന ആളല്ല പ്രഭാവതി. ബലരാമന്റെ ഓർമ്മ എന്നും മനസ്സിലുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ KDFന്റെ സ്ഥാനാർത്ഥിയാ. എന്നെ വിശ്വസിച്ച് സ്ഥാനാർത്ഥിയാക്കിയ മുന്നണിയാണ് KDF. ഒരു തരത്തിലും അവർക്ക് ക്ഷീണം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്ന ദിവസവും സമയമുണ്ടാവില്ല. ആയിക്കോട്ടെ, ബലരാമൻ എല്ലാം മനസ്സിലാവും. തനിക്കൂടെ വേണ്ടി ഞാൻ സംസാരിച്ചോളാം. ഹലോ, ആ എത്തിയോ? ഞാനിതാ വരുന്നു. എനിക്ക് പോകാനുള്ള വണ്ടി വന്നു. തന്നെ ഞാൻ കൊണ്ടുപോകായിരുന്നു. പക്ഷേ വേണ്ട, നമ്മൾ രണ്ടും രണ്ടു വഴിക്കല്ലേ. ഇറങ്ങട്ടെ. ഓൾ ദ ബെസ്റ്റ്. ബാലു എന്നെ ഒറ്റയ്ക്കാക്കി പോയിട്ട് 1 വർഷം കഴിഞ്ഞു. ബാലുവിന്റെ ഓർമ്മ ജനഹൃദയങ്ങളിൽ ഇപ്പോഴും സജീവമായി നിൽക്കുക. ബാലുവിന്റെ വ്യക്തിത്വത്തെയും സംഭാവനകളെയും കുറിച്ച് ഓരോരുത്തരും പറയുമ്പോൾ ഞാൻ അഭിമാനം കൊള്ളുക. രാഷ്ട്രീയപരമായി നോക്കിയ ഞാൻ വല്ലാത്ത സമ്മർദ്ദത്തിലാ ബാലു. രാമപുരം മണ്ഡലത്തിലേക്ക് ഇത്തവണ പ്രഭയും ദേവികയും മത്സരിക്കുക. ദേവികയ്ക്കാ ഞാൻ പിന്തുണ കൊടുക്കുന്നത്. ബാലു ഉണ്ടെങ്കിലും ദേവികയുടെ കൂടെ ആയിരിക്കും. അല്ല, ബാലു ഉണ്ടായിരുന്നെങ്കിൽ ഈ സാഹചര്യം തന്നെ ഉണ്ടാവുമായിരുന്നില്ല. എനിക്ക് പ്രഭയെ എതിർക്കേണ്ടി വരികയാണ് ബാലു. കാര്യങ്ങൾ ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് അറിയില്ല.
പ്രഭ ഇന്ന് നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പാർട്ടി ഓഫീസിൽ നടക്കുന്ന ബാലുവിന്റെ ഓർമ്മദിന ആചരണത്തിന് പ്രഭയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ പാർട്ടി ഓഫീസിലേക്ക് ഇറങ്ങാം. ബാലുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാവരോടും പങ്കുവയ്ക്കും. ഒക്കെ ബാലു കേൾക്കണം. ദേവികയുടെ വിജയത്തിന് അനുഗ്രഹിക്കണം. ബാലുവിന്റെ രാഷ്ട്രീയ പാരമ്പര്യം നിലനിർത്തേണ്ടത് ഇനി ദേവികയാ. അവക്ക് ശക്തിയായി ബാലു കൂടെ ഉണ്ടാവണം. ചേച്ചി, ചേച്ചി അമ്പലത്തിൽ പോയിട്ടല്ലേ വരുന്നുള്ളൂ? അതെ, നീ ഇറങ്ങിക്കോ. ചടങ്ങിൽ പങ്കെടുക്കാൻ വരുന്നവരെ സ്വീകരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവണം. ദേവിക നേരത്തെ വരും. ഞാൻ ബാലുവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ദേവികയുടെ വിജയത്തിന് അനുഗ്രഹിക്കണമെന്ന്. അളിയൻ ന്യായത്തിന്റെ കൂടെ നിന്നിട്ടുള്ള ആളാ. അപ്പൊ ദേവികയെ തന്നെ ജയിപ്പിക്കും. പക്ഷേ ചന്ദ്രോത്തൽ പ്രഭാവതിയെ BDF-കാർ ആക്രമിച്ചതോടെ പ്രഭയ്ക്ക് അനുകൂലമായി കാറ്റ് മാറിയിട്ടുണ്ട്. കാര്യമൊന്നുമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തൊക്കെ സംഭവിച്ചാലും ദേവികയെ ജയിക്കൂ. അതിനുവേണ്ടി ചില നീക്കങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട് ചേച്ചി. എന്ത് നീക്കങ്ങൾ? ഏയ് ഒന്നുമില്ല, ഈ വോട്ടർമാരെ സ്വാധീനിക്കുന്ന കാര്യം പറഞ്ഞതാ. പ്രഭ ഇന്ന് നോമിനേഷൻ കൊടുക്കുകയല്ലേ? കൊടുക്കട്ടെ, നമുക്ക് കാണാം. പ്രഭാവതി ഇനി പ്രധാനമന്ത്രി ആയെന്ന് തന്നെ ഇരിക്കട്ടെ. എന്നാലും അളിയന്റെ ഓർമ്മദിനത്തിൽ ഉണ്ടാവേണ്ട ആളാ. നോമിനേഷൻ കൊടുക്കുന്ന പേരും പറഞ്ഞ് അവര് ചടങ്ങിന് വരാതിരിക്കുകയാണെങ്കിൽ അതിനൊറ്റ അർത്ഥേ ഉള്ളൂ: അഹങ്കാരം. രാഷ്ട്രീയത്തിലിറങ്ങി 2 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ അവരളിയന് മുകളിലാണെന്നൊരു തോന്നൽ വന്നു കാണും. തോന്നട്ടെ, നോമിനേഷൻ കൊടുക്കട്ടെ. അത് കൊടുത്താലല്ലേ മത്സരിക്കുന്ന കാര്യം വരുന്നുള്ളൂ. നീ എന്തൊക്കെയായി പറയുന്നേ? നമുക്ക് കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഇറങ്ങാം ചേച്ചി. ശരി. എന്നാ പിന്നെ ഞാൻ പ്രഭകുഞ്ഞിന്റെ കൂടെ വന്നാ മതിയായിരുന്നു. അത് മതിയായിരുന്നു. ആന്റി എന്തിനാ നേരത്തെ വന്നേ? ഒരു സമാധാനമില്ല. ഞങ്ങൾ സ്ഥലത്തുണ്ട്. സ്ഥാനാർത്ഥി ഒന്ന് നോമിനേഷൻ കൊടുത്തിട്ട് ബാക്കിയെല്ലാം നോക്കാം. ശരി. ഗിരീഷ്, ജില്ലാ സെക്രട്ടറി വന്നു. ആണോ? നമസ്കാരം രാഘവേട്ടൻ. നമസ്കാരം. എല്ലാം ഓക്കെ അല്ലേ ഗിരീഷ്? എല്ലാം ഓക്കെയാണ്. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രസ് ക്ലബിലേക്കാ. സ്ഥാനാർത്ഥിയുടെ നേരെയുള്ള ആക്രമണവും സ്ഥാനാർത്ഥിയുടെ ആരോഗ്യനിലയുമാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. കുറച്ച് സെന്റിമെന്റ്സ് കിട്ടുന്ന രീതിയിൽ വേണം പത്രക്കാരോട് ഇടപെടാൻ. മനസ്സിലായില്ലേ? സ്ഥാനാർത്ഥി വരട്ടെ, എല്ലാം ഒന്ന് പഠിപ്പിക്കണം. അങ്ങനെ കള്ളം പറഞ്ഞിട്ടുള്ള സഹതാപമൊന്നും വാങ്ങാൻ നോക്കണ്ട രാഘവേട്ട. ഇപ്പോഴത്തെ വോട്ടർമാരെല്ലാം വളരെ അഡ്വാൻസ്ഡാ. അവർക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് നമുക്കുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ പോരെ. എന്റെ ഗിരീഷെ, അത്രയ്ക്ക് സത്യസന്ധനൊന്നും ആവണ്ട. ഇലക്ഷന് ജയിക്കണ്ടേ? അപ്പോ ചെറിയ പൊടിക്കൈയൊക്കെ വേണം. ഇതൊക്കെ രാഷ്ട്രീയത്തിലുള്ളതാ. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. നേർവഴിക്ക് നീങ്ങുന്നതാ നല്ലതെന്ന് എൻ്റെ പക്ഷം. ഗിരീഷ് ഇപ്പൊ എന്തു പറഞ്ഞാലും ശരി, സഹതാപ തരംഗം പിടിച്ചേ പറ്റൂ. ഗിരീഷിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. 2 സ്ഥാനാർത്ഥികളും ഒരേ വീട്ടിൽ നിന്ന്, അതല്ലേ? പക്ഷെ മത്സരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ജയത്തിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. BDF-ന്റെ കുത്തക സീറ്റാ. അത് KDF പിടിച്ചെടുക്കണം. അതിന്റെ ഉത്തരവാദിത്വം ഗിരീഷിനാണ്. പ്രസാദേ, ഇങ്ങ് വന്നേ. സെക്രട്ടറി. പിന്നെ കമ്മിറ്റിയിൽ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാലേ, ഗിരീഷ്, പാർട്ടിക്കാര് പറഞ്ഞ അതുപോലെ ചെയ്യണം. എങ്ങനെയെങ്കിലും പ്രഭകുഞ്ഞ് ജയിക്കണം.
BDF-കാർക്ക് തല്ലാമെങ്കിൽ നമുക്ക് വേദന അഭിനയിക്കാം. പല അഭിപ്രായങ്ങൾ പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കരുത്. ആദ്യം സമാധാനമായിട്ട് നോമിനേഷൻ കൊടുക്കട്ടെ. ഒന്നും അളവ് ലംഘിക്കരുത്, അതെനിക്ക് പറയാനുള്ളൂ. അത് നമുക്ക് തിരിച്ചടിയാവും. അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. അമ്മയെ കാണുന്നില്ലല്ലോ, സമയമായി. ഉടനെത്തുമായിരിക്കും. ഹലോ, ഞാൻ പാലത്തിനടുത്തുണ്ട്. ആണോ? ആ, കണ്ടു. റോഡ് ബ്ലോക്കായിരുന്നു, അതാ വരാൻ താമസിച്ചത്. അത് സാരമില്ല. ദേവിക ഇവിടേക്ക് രാവിലെ തന്നെ. ഇന്ന് ബലരാമനങ്ങളുടെ ചരമവാർഷിക ദിനമല്ലേ, പാർട്ടി ഓഫീസിലേക്ക് പോകുന്ന വഴിയാ. അപ്പൊ ഗൗരി ഒന്ന് കാണാന്ന് കരുതിയാ വിളിച്ചത്. സ്ഥാനാർത്ഥി നമസ്കാരം. 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 നമ്മൾ ജയിക്കും കേട്ടോ, ധൈര്യമായിട്ടിരിക്കും. ഒരു ഫോട്ടോ. ശരി. ശരി. നീ അസൽ സ്ഥാനാർത്ഥിയായി. സത്യം പറഞ്ഞ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞ ഒരാവേശം തന്നെയാ ഗൗരി. നാട്, നാട്ടുകാര്, സമൂഹം, സാമൂഹ്യ പ്രശ്നങ്ങള്, അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ബാധിച്ചു തുടങ്ങും. ആ, അത് പോട്ടെ, നന്ദു എന്റെ കാണാൻ വന്നിരുന്നു അല്ലേ? എന്നോട് പറഞ്ഞു. അവിടുത്തെ പ്രശ്നങ്ങളില് നന്ദന് നല്ല വിഷമമുണ്ട്. എനിക്കറിയില്ല എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ചിലപ്പോ തോന്നും കാര്യങ്ങൾ കലങ്ങി തെളിയാൻ പോവാന്ന്. പക്ഷേ അടുത്ത നിമിഷം പുതിയ പ്രശ്നങ്ങൾ വരുമ്പോ ആ തോന്നലങ്ങ് മാറും. നന്ദൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ആന്റിയോടൊന്ന് സംസാരിക്കാൻ. ആന്റി ഇന്ന് നോമിനേഷൻ കൊടുക്കുമല്ലേ, നേരിട്ട് കാണുമ്പോ അമ്മ സംസാരിക്കുമല്ല. ഒരു പ്രശ്നവും ഇല്ലാതെ തീർന്നാ മതിയായിരുന്നു. അച്ഛന് വേണ്ടിയാ ഞാനിപ്പോ മത്സരരംഗത്ത് നിൽക്കുന്നെ. അച്ഛൻ തോൽക്കാൻ പാടില്ല. നിനക്ക് വേണ്ടി തന്നെ വേണം ദേവി നീ മത്സരിക്കാൻ. നിനക്ക് വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ നരകിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങളുണ്ട് ഈ നാട്ടില്. പല സാഹചര്യങ്ങളിൽ പെട്ട് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തള്ളപ്പെട്ട സ്ത്രീകൾ. അവർക്കും കൂടെ വേണ്ടിയിട്ട് നീ മത്സരിക്കണം. നീയും ഞാനും ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ നല്ല മുന്നേറ്റത്തിന് വേണ്ടി നീ ജയിക്കുക തന്നെ വേണം. അടുത്ത പേടി സ്വപ്നം അതാ, എന്റെ ജയവും തോൽവിയും. പറഞ്ഞില്ലേ, ഞാൻ തോറ്റാ അത് അച്ഛന്റെയും തോൽവിയാ. അച്ഛന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനി അമ്മ തോറ്റാ അത് വലിയ പ്രശ്നങ്ങളുടെ തുടക്കമായിരിക്കും. നീ ജയിക്കുന്നതിനെ പറ്റി മാത്രം ചിന്തിച്ചാ മതി. നീ ജയിക്കും. സമാധാനായിട്ട് പോ. എന്തായാലും അമ്മ ആന്റിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. പിന്നെ പ്രചാരണത്തിന് ഞാനും ഇറങ്ങണ്ടേ? പിന്നെ ഗൗരി മാത്രം പോരാ, കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഇറക്കണം. ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഗൗരിയെ ഞാൻ വിളിക്കാം. സ്ഥാനാർത്ഥി സമയായി, പോവാ. ആ, പോവാം. എന്നാ ശരി, ഞാൻ പൊക്കോട്ടെ. പോയിട്ടോ, എല്ലാം നേരെയോ? വാ. ഇത് വ്യക്തമായും സിദ്ധാർത്ഥന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാ. തുറന്നു പറയാം, ദേവികയ്ക്ക് സീറ്റ് കൊടുത്തതിൽ പാർട്ടി നേതൃത്വം ഇപ്പൊ അസ്വസ്ഥമാണ്. ഒരു മണ്ടൻ തീരുമാനമായ പാർട്ടി ഇതിനെ കാണുന്നത്. പ്രഭാവതി അന്ന് എന്നെ വിളിച്ച് ദേവികയ്ക്ക് പകരം സ്ഥാനാർത്ഥിയാകാമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കുഴപ്പമണത്തു. ഞാനത് അപ്പം തന്നെ സിദ്ധാർത്ഥനെ വിളിച്ച് പറയുകയും ചെയ്തു. സിദ്ധാർത്ഥൻ പക്ഷേ ഒന്നും ചെയ്തില്ല. അതിന്റെ ഫലമാണ് കാര്യങ്ങൾ ഇതുവരെ എത്തിയത്. ഞാൻ പറഞ്ഞല്ലോ മനുഷ്യൻ, ഇങ്ങനൊരു നീക്കം ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പ്രഭ KDF പോകുമെന്നോ KDF-കാരെ സീറ്റുമായി കാത്തിരിക്കുമായിരുന്നെന്നോ ആരെങ്കിലും ചിന്തിച്ചോ? സ്വന്തം ഭാര്യയുടെ രീതികൾ അറിയാമായിരുന്നെങ്കിൽ സിദ്ധാർത്ഥൻ അങ്ങനെ ചിന്തിക്കണമായിരുന്നു. സിദ്ധാർത്ഥ, നിങ്ങളുടെ കുടുംബത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒന്നിനൊരു വ്യവസ്ഥയില്ലേ?
മുമ്പ് ഞങ്ങൾ അസൂയപ്പെടുത്തുന്ന ബന്ധമായിരുന്നു ചതുരത്തിൽ നിങ്ങളുടേത്. ഇപ്പൊ കെട്ടുകളൊക്കെ പൊട്ടിയോ? സിദ്ധാർത്ഥന് വോയിസ് ഒന്നുമില്ലേ? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇതിപ്പം അല്ല, അടുത്തിന് എന്ത് ചെയ്യാനാ സിദ്ധാർത്ഥന്റെ നീക്കം? നേതൃത്വത്തോട് സിദ്ധാർത്ഥൻ മറുപടി കൊടുക്കേണ്ടി വരും. എന്ത് വില കൊടുത്തും പ്രഭയെ തോൽപ്പിക്കുക. എന്റെ ഭാഗത്തുനിന്നും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്താൻ പോകുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ദേവിക രാമപുരത്തുനിന്ന് ജയിപ്പിക്കും. ആ ഉറപ്പ് ഞാൻ നേതൃത്വത്തിന് കൊടുക്കാം.